ഹായ്, ഇന്നത്തെ വർക്ക് ഇതാണ് കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് ഒരു പിടുത്തം കിട്ടാത്ത അവർക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് വാ. ഫ്രണ്ട്സ്, ഇതാണ് വർക്ക്. ഞാനിതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തതാണ്, പക്ഷേ എങ്കിലെന്താ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഇത് കഴുത്തിന് ഒട്ടി നിൽക്കുന്ന ഒരു നെക്ലേസ് രൂപത്തിലും പിന്നെ ഇതേപോലെ ലെങ്ത്തിലുള്ള രണ്ട് രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ ബ്രേസ്ലെറ്റ് ആയിട്ടും കയ്യിലിങ്ങനെ കുറേ ബ്രേസ്ലെറ്റ് ഇങ്ങനെ എന്താ പറയുക, കൈ നിറയെ ബ്രേസ്ലെറ്റ് ഇടാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഇതേപോലെ ചുറ്റി ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടിയിട്ടാണ് ഇന്നത്തെ വർക്ക്. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ, ഒരു മാലയും രണ്ട് ടൈപ്പിൽ മാലയായിട്ട് യൂസ് ചെയ്യാം, രണ്ട് മോഡലിൽ. അതേപോലെ ബ്രേസ്ലെറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണിത് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തു തുടങ്ങുന്നതിന് നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിനെ ഇവിടെ മാറ്റി വെക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ബീഡാണ്. ഞാനിവിടെ വൈറ്റ് ക്രിസ്റ്റൽ ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്, അതിൻ്റെ കൂടെ ഇതേപോലൊരു ഹൂക്ക് വേണം. കണ്ടോ, ഇതേപോലെ ഹൂക്ക്. ഈ ഒരു ബീഡ് 59 ബീഡുണ്ട് കേട്ടോ. 59 ബീഡ്, 59 ബീഡുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഹൂക്ക് ഉണ്ട്. പിന്നെ വേണ്ടത് ഒരു ഹെഡ് പിന്നാണ് കേട്ടോ. ഹെഡ് പിന്ന്, ഈ ഒരു ഹെഡ് പിന്ന് വേണം. അടുത്തത് വന്നിട്ട് ഇതേപോലൊരു ഫ്ലവർ മോഡൽ ബീഡ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലവർ മോഡലായാലും കുഴപ്പമില്ല. ഈ ഒരു ഫ്ലവർ മോഡൽ ബീഡ് ഞാനിവിടെ യെലോവും ഒരു ഗ്രീൻ എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 8 ഫ്ലവർ മോഡൽ ബീഡുണ്ട് കേട്ടോ. ഓക്കെ, ഇത് കൂടാതെ ഒരു ത്രെഡ് വേണം, കളർ ത്രെഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാലയ്ക്ക് നിങ്ങൾക്ക് ഏത് കളറാണോ യൂസ് ചെയ്യാൻ ഇഷ്ടം ആ ഒരു കളർ ത്രെഡ് എടുക്കുക. ഇത് വന്നിട്ട് ഒരു കോട്ടൺ ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല ഷെയ്ഡ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്, പല കളറിലും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒരു സെറ്റിൽ എനിക്ക് ഒരു 10, 11, 12 അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബോക്സിൽ. എനിക്ക് കറക്റ്റ് എത്രയാണെന്ന് ഓർമ്മയില്ല. ഒട്ടുമിക്ക ഷെയ്ഡും ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാനതിൽ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റില്ല. ത്രെഡ് കട്ട് ചെയ്യാതെ ഇതിലേക്ക് മുത്തുകൾ കോർക്കണം. അപ്പോൾ ഇതിലിങ്ങനെ നമുക്ക് പെട്ടെന്ന് കോർക്കാൻ കഴിയില്ലല്ലോ, ഇവിടെ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. ഒന്നുകിൽ ഇവിടെ ഗമ്മാക്കിയിട്ട് സൂചി കോർക്കാം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഗിയർ വയർ ജസ്റ്റ് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഈ ഒരു ത്രെഡിൽ ഇതേപോലെ ഒന്ന് കോർത്ത് വെക്കുക. എന്നിട്ട് ബീഡ്സ് കോർക്കാം. ഓക്കെ, ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത വന്നിട്ട് ചെയ്യേണ്ടത്, അതവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അടുത്ത ചെയ്യേണ്ടത് ഈ ഒരു ഗ്രീൻ ഫ്ലവർ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ സെയിം കളറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ എടുത്തതേ ഉള്ളൂ. ഈ ഒരു ഗ്രീൻ ഒരു ഹെഡ് പിന്നിൽ വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ബീഡ് കൂടെ കോർക്കുക. ബാലൻസ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് വരുന്നതിൻ്റെ ബാലൻസ് ഭാഗം കട്ട് ചെയ്യുക. ഏകദേശം ഫോൾഡ് ചെയ്യാനുള്ളൊരു ഭാഗം വെച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതേപോലെ ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ടത് മുത്തുകൾ കോർക്കാനാണ്. അപ്പോൾ മുത്തുകൾ കോർക്കുമ്പോൾ 8 മുത്ത് വീതം കോർക്കണം. ഓക്കെ, 8 അല്ല, ഇത് മുഴുവനായിട്ടും കോർക്കണം. ഓൾറെഡി നമ്മൾ ഇതിൽ ഇത് കോർത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുത്ത് ഇവിടെ ആയിട്ടുണ്ട്. 9 മുത്തുന്ന് ഒരു മുത്ത് ഇവിടെ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി വന്നിട്ട് ഫസ്റ്റ് ഒരു ബീഡ് കോർത്തതിന് ശേഷം
ഈ ഒരു ഫ്ലവർ മോഡൽ ബീഡ് കോർക്കാം. ഒരു ബീഡ്, പിന്നെ ഈ ഒരു ഫ്ലവർ മോഡൽ. ഓക്കെ. അപ്പോൾ ഗിയർ വയർ ഒന്നിങ്ങനെ പിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കോർക്കാൻ കഴിയും. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പിരിച്ച് വെക്കുക. എന്നിട്ട് ഈ ഒരു ബീഡ് കോർക്കാം. ഇതിന് ശേഷം 8 ബീഡ് കോർക്കാം. അപ്പോൾ 8 ബീഡ് കോർത്തതിന് ശേഷം വീണ്ടും ഒരു ഫ്ലവർ മോഡൽ ബീഡ് കോർക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് 1 2 3 4 5 6 7 8 കോർത്തില്ലേ? 8 കോർത്തതിന് ശേഷം ഈ ഒരു ഫ്ലവർ. ഓക്കെ. ഇതേപോലെ തന്നെ വീണ്ടും ഒരു 8 മുത്ത് ഫ്ലവർ, 8 മുത്ത് ഫ്ലവർ. ലാസ്റ്റ് ബാലൻസ് ഒരു മുത്ത് വരും കേട്ടോ. ഒരു ഫ്ലവർ കഴിഞ്ഞിട്ട് ഒരു മുത്ത് വരും. അപ്പോൾ ഞാൻ അത്രയും കോർത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ കോർത്തിട്ടുണ്ട്. ലാസ്റ്റ് വന്നിട്ട് 8 ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 ഫ്ലവർ മോഡൽ ബീഡ്. ഇതിപ്പോൾ വീണ പോയിരുന്നു. 7 ഫ്ലവർ മോഡൽ ബീഡ് വേണത്. 1 2 3 4 5 6 7. ഓൾറെഡി ഇതിൽ 7 ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് 8. ഞാൻ ഇതേപോലത്തെ ഗ്രീൻ ഒന്നുകൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ആകെ മൊത്തം 9 ഫ്ലവർ മോഡൽ ബീഡ് വേണം. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ 8 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 വേണ്ടത് കേട്ടോ. അപ്പോൾ 2 ഗ്രീൻ എടുത്തിട്ടുണ്ട്. യെല്ലോ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഗ്രീനാണ് എടുക്കുന്നത്. 1 2 3 4 5 6 7 8 9. 9 ബീഡ് കേട്ടോ. ബാക്കിയൊക്കെ കറക്റ്റാണ്. 59 ഈ ഒരു ബീഡ് വേണം. 8 വെച്ച് കോർക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്ലവർ മോഡലും ഒരു ബീഡും, അതേപോലെ എൻഡിങ്ങിലും ഒരു ഫ്ലവർ മോഡൽ ഒരു ബീഡ്. അടുത്ത് വന്നിട്ട് ഈ ഒരു ഹെഡ് പിന്നിൽ ഒരു ഫ്ലവറും ഒരു ബീഡും. ഓക്കെ, മനസ്സിലായില്ലേ? ഇത്രയും കോർത്തതിന് ശേഷം ഈ ഒരു ഹെഡ് പിന്നിൽ ഈ ഒരു ഹൂക്ക് ഇട്ടില്ലേ, അതും ഇതിൻ്റെ കൂടെ കോർക്കുക. ഈ ഒരു ഹൂക്ക് കൂടെ ഇതിൻ്റെ കൂടെ കോർക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ കോർക്കേണ്ട പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഗിയർ വയർ എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ ഒരു ഹൂക്കിനെ ഫസ്റ്റ് കെട്ടി വെക്കുക. ഇത് കോട്ടൺ ത്രെഡ് ആയതുകൊണ്ട് ഒട്ടിക്കേണ്ടി വരില്ല. പിന്നെ ഒട്ടിക്കണം എന്നുള്ളവർക്ക് ഒട്ടിക്കാം. നിങ്ങൾ എടുക്കുന്ന ത്രെഡിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കെട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു കെട്ട് വെച്ചതിന് ശേഷം അടുത്ത കെട്ട് ജസ്റ്റ് ഇതിനെ ഒന്നിങ്ങനെ വെക്കാം. ഓക്കെ. ഇതേപോലെ വെച്ചിട്ട് ഇതിനെ കൊണ്ട് ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കുക. ടൈറ്റ് ചെയ്യാം. ഈ ഒരു ചെറിയ ത്രെഡാണ് കെട്ടുന്നത് കേട്ടോ, വലുത് അല്ല കെട്ടുന്നത്. വലുതിനെ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു റിങ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ചെറുതിനെ കൊണ്ട് തന്നെ ഒരു 2 കെട്ട് കെട്ടി വെക്കാം. നല്ല രീതിക്ക് കെട്ടി വെച്ചു. ഇനി വന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ചെറുതിൻ്റെതാണ് കേട്ടോ, കട്ട് ചെയ്ത് മാറ്റാം. വേണമെങ്കിൽ ഗമ്മിട്ടിട്ട് ഇതിനെ ഒന്ന് ഇവിടെ ജസ്റ്റ് ഒട്ടിച്ച് വെക്കാം. അതേപോലെ ഈ ത്രെഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല കേട്ടോ, ഈ ഒരു എൻഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ഇനിയാണ് നമുക്ക് വർക്ക് തുടങ്ങാം. വർക്ക് തുടങ്ങുന്നതിന് ആദ്യം ഹൂക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു ചെയിൻ പോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് വലിക്കാം. ഇത് ജസ്റ്റ് വലിച്ചാൽ വലിഞ്ഞ് വരും കേട്ടോ, കണ്ടോ? ഇതേപോലെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ത്രെഡിനെ ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് ടൈറ്റ് ചെയ്യാം. നമ്മൾ കുട്ടികൾക്ക് ചരടൊക്കെ മെടയുന്നൊരു സിസ്റ്റമാണ് കേട്ടോ ഇത്. ഇതേപോലെ കുഞ്ഞു കുട്ടികൾക്ക് ചരട് മെടഞ്ഞെടുക്കും. ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഹൂക്കിലെ
ഈ ഒരു ഹൂക്കിന് ജസ്റ്റ് ആ ഒരു ഹൂക്ക് പിടിക്കുക. എന്നിട്ട് ആ ത്രെഡിനെയും കൂടെ ഉള്ളിലേക്ക് വലിക്കുക, വലിച്ചെടുക്കുക, ടൈറ്റ് ചെയ്യാം. അടുത്ത വന്നിട്ട് ഈ ഹൂക്കിന് ഈ ഒരു സാധനത്തിന് നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട, അത് അവിടെ നിന്നോട്ടെ. അടുത്ത വന്നിട്ട് അടുത്ത ഈ ഒരു ത്രെഡ് തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെഡ് പിന്ന് അവിടെ സെറ്റായി കേട്ടോ. അത് ചുമ്മാ ഒരു സ്റ്റൈലിന് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വെക്കുന്നില്ല എന്നുള്ളവർ വെക്കാതിരിക്കാം. വീണ്ടും ഇതേപോലെ ചെയ്യാം, ഇതേപോലെ വലിച്ചെടുക്കാം, ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ചെയ്യാം. ഇതേപോലെ ചെയ്തു ഒരു 2 ചെയിന് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. 2 ഇതേപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് അടുത്ത മുത്തിനെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ആ ഒരു മുത്തിനെ എടുക്കാം, എന്നിട്ട് ഉള്ളിലൂടെ വലിക്കാം, ടൈറ്റ് ചെയ്യാം. അടുത്ത് ഇതേപോലെ ഒരു റൗണ്ട് വരും. ഈ ഒരു ത്രെഡ് എടുക്കാം, ടൈറ്റ് ചെയ്യാം. വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇതൊരു 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ 3 ചെയ്യാം. ഇത് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യണമെങ്കിൽ ഇപ്പുറത്തെ സൈഡ് ഇതിനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ചെറുതായിക്കോളൂ കേട്ടോ. ഇനി വേണ്ടത് അടുത്ത ബീഡ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇനി ഒരു ഫ്ലവറാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിലൊരു ബീഡ്, പിന്നെ ഒരു ഫ്ലവർ മോഡൽ ബീഡ്, അതേപോലെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ മോഡൽ ബീഡുള്ള ബീഡിനെ പിടിച്ചിട്ട് ഇതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ ഈ ഒരു ഫ്ലവറും അവിടെ ലോക്കായി. ഇനി ഒരു 4 കെട്ട് കിട്ടും. 1 2 3 4 4 5 5 കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത ബീഡിനെടുക്കാം. അതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന് അടുത്ത കെട്ടിടാം. ഇതേപോലെ ഇനി ഇവിടെ 5 കെട്ടിടാം. 1 2 3 4 5. അടുത്ത ബീഡ് എടുക്കാം. ടൈറ്റ് ചെയ്യാം. വൺ 2 3 4 5. ഓക്കെ, ഇതേപോലെ കൈ കൊണ്ട് ചെയ്യട്ടോ. ഈ ഒരു റിങ് ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ത്രെഡിനെ എടുക്കുക, വലിച്ചു കൊടുക്കുക, ടൈറ്റ് ചെയ്യാം. വീണ്ടും അതേപോലെ തന്നെ ചെയ്യാം, ടൈറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 4 5 ലോക്ക് ഇടാം. എന്നിട്ട് നമ്മൾ അടുത്ത മുത്തിനെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഇതേ മെത്തേഡ് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും ബീഡ്സിന് ഇതേപോലെ ചെയ്യാം. ഇനി ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു സാധനം കയ്യിലുള്ളവർക്ക് ഇതിനെക്കൊണ്ടും ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെക്കൊണ്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു വർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഹൂക്കിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഈ ഒരു ത്രെഡിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ചെയ്യുന്നവർക്ക് വേഗം ചെയ്യാൻ പറ്റും. എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ്.
ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഇതുള്ളവർക്ക് അതിനെ കൊണ്ടും ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു നോട്ട് എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ളത്. കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഇതേപോലെ മുഴുവനായിട്ടും ഈ ചരടിലല്ല ഈ ഒരു ത്രെഡിൽ 5 കെട്ട് ഒരു ബീഡ്, 5 കെട്ട് ഒരു ബീഡ് ഇതേപോലെ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ വർക്കിൻ്റെ ഏറ്റവും അവസാനത്തെ കേട്ടോ, ഞാൻ ഈ ഒരു സാധനം കൊണ്ട്, ഈ ഒരു നീഡിൽ കൊണ്ട്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇതിനെ കൊണ്ട് കുറച്ചൊക്കെ ചെയ്ത് നോക്കി. പതിയെ ചെയ്ത് എന്താ പറയുക, ഒരു ഇതിൽ വരുന്നുണ്ട് കേട്ടോ. സംഭവം പൊളിയാണ്. നമ്മൾ ചെയ്ത എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയുന്നൊരു പരിപാടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് സമയം എടുത്തിട്ട് ഇതിനെ കൊണ്ട് ചെയ്ത് സെറ്റായി വരുന്നുണ്ട്. മെല്ലെയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാലേ അറിയാം. ഞാൻ ഒരു കരുതി എന്തായാലും ഈ ഒരു ബീഡ് കയ്യിലുണ്ട്, പിന്നെ ഇതിനെ കൊണ്ട് ചെയ്ത് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ. ലാസ്റ്റ് വന്നിട്ട് ലാസ്റ്റത്തെ ഈ ഒരു ബീഡ് ഇതേപോലെ ഒരു ചെയിൻ എടുക്കുക. അടിപൊളി. 2 പ്രാവശ്യം എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഏതിൻ്റെങ്കിലും ഉള്ളിലൂടെ, ഈ ബീഡിൻ്റെ തൊട്ടിപ്പുറമുള്ള ഏതിൻ്റെങ്കിലും ഉള്ളിലൂടെ വന്നിട്ട് ഇതിനെ ഇവിടെ കെട്ടിവെക്കണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണോ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ഇത് ഇങ്ങനെ കുറച്ച് ലൂസായി കിടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെയുണ്ട് കേട്ടോ. ഇനി ഇതിനെ ജസ്റ്റ് കെട്ടി വെക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിയുന്ന പണിയെന്ന് ഞാൻ പറയില്ല കേട്ടോ. കുറച്ച് സമയം എടുക്കും. കുറച്ചെന്ന് തന്നെ ഒരുപാട് മണിക്കൂറുകളൊന്നും എടുക്കില്ല. എന്നാലും നമ്മളിതിങ്ങനെ മെടഞ്ഞെടുക്കേണ്ട ഒരു സമയം എടുക്കുന്നുണ്ട്. അപ്പം പിന്നെന്താ, എൻ്റെ ത്രെഡും അത്ര നല്ല ത്രെഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനേക്കാൾ കൂടുതൽ സമയം എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോഴാണ് ത്രെഡ് കട്ട് ചെയ്തത് കേട്ടോ. അതുവരെ ഇതിൻ്റെ മേൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെയ്യുന്നവർ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് ചെയ്തിട്ട് അവിടെ വെക്കാം. എന്താ വെച്ചാൽ ത്രെഡ് ഇവിടെ കൊണ്ടിട്ട് വേദനിക്കാനും ചിലപ്പോൾ ചില ത്രെഡ് കൊണ്ട് മുറിയാനും സാധ്യതയുണ്ട്. എനിക്ക് ചെറുതായിട്ട് വേദനിച്ചു കേട്ടോ. കുറച്ച് സമയം ഇതിങ്ങനെ ചെയ്തപ്പോൾ ഇതിലിങ്ങനെ പോവല്ലേ, അപ്പോൾ ചെറുതായിട്ട് വേദനിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇതിനെ കൊണ്ട് കുറച്ച് സമയം ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇതാ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻഡിൽ ഇങ്ങനെയാണ് വരിക. ഈ ഒരു ഭാഗം ഒട്ടിച്ചോളെ കേട്ടോ. ഇങ്ങനെ നിൽക്കുന്നത് ഒട്ടിക്കാം. 1 ഫ്ലവർ, പിന്നെ ഒരു 8 ബീഡ് വരുന്നുണ്ട്. ഫ്ലവർ, 8 ബീഡ്, ഫ്ലവർ. ഇതേ മെത്തേഡിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. അതേപോലെ തൊട്ടിപ്പുറത്തെ ഭാഗത്ത് ഈ ഒരു ഹൂക്ക് ഉണ്ട്. ഇത് ചുമ്മാ വെറുതെ വെച്ചതാണ്. ഇതിനെ കൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊരു ഷോ കൊടുക്കാനൊന്നും കൊടുക്കില്ല. കാരണം നമ്മളിങ്ങനെ കുരുക്കി ഇടുകയല്ലേ, എന്താ പറയുക, ഇങ്ങനെ ഇടുന്നതല്ലേ. അപ്പോൾ ഈ ഒരു വീട് ഇതുമായിട്ട് വലിയൊരു ഡിഫറൻസ് ഒന്നും തോന്നിക്കില്ല. എന്നാലും ചുമ്മാ അവിടെ വെച്ചതാണ്. അപ്പോൾ വേണ്ടാത്തവർ ഇതങ്ങ് സ്കിപ്പ് ചെയ്തോട്ടോ. ഇത് വെക്കണ്ട എന്ന് തോന്നുന്നുള്ളവർ, എന്താ പറയേണ്ടത്, വെക്കണ്ട എന്ന് തോന്നലുള്ളവർ ഇത് ഒഴിവാക്കട്ടെ. ഇത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിൽ ഈ ഒരു ഹൂക്ക് തന്നെയാണ് ഏറ്റവും ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് നമ്മളിത് ഹൂക്ക് കുരുക്കാൻ വേണ്ടിയിട്ട് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് വെക്കാത്തതെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു ഹൂക്ക് നമുക്ക് എവിടെയാണോ വേണ്ടത്, ഏതൊരു ബീഡിൻ്റെ അടുത്താണോ വേണ്ടത്, ആ ഒരു ബീഡിൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെ ഇങ്ങനെ എന്താ പറയുക കുരുങ്ങിക്കോളും. കണ്ടോ? അപ്പോൾ ഇതിവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു ഹൂക്ക് വെക്കാതിരുന്നത് കേട്ടോ. നമ്മൾ ലോങ് മാലയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ലോക്കറ്റ് പോലെ ഇങ്ങനെ കിടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുരുക്കാം. ഈ ഒരു ഹൂക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മളൊരു ലോക്കറ്റ് പോലെ ഫീൽ ചെയ്യും. അതേപോലെ ബ്രേസ്ലെറ്റിനും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പം അതൊന്നും വേണ്ട എന്നാണെങ്കിൽ ഏറ്റവും എൻഡിലുള്ള
ഈ ഒരു ബീഡിൻ്റെ തൊട്ട് മേളിലായിട്ട് കുരുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിൽ ഇട്ട് കാണിച്ചു തരാം. ചിലർക്ക് ഇഷ്ടമായിരിക്കും കയ്യിലിങ്ങനെ നിറയെ ഇതുപോലെ ചരടും ബ്രേസ്ലെറ്റൊക്കെ ഇടുന്നത്. എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വർക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇതിൻ്റെ എൻഡിൽ ഇത്ര ഭാഗം അവിടെ വെച്ചിട്ട് ഇതേപോലെ കുരുക്കി കൊടുത്തു. അതേപോലെ എനിക്കിങ്ങനെ ഒരു മടക്ക് പോലെ വേണം കേട്ടോ അവിടെ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ഭാഗവും കൂടി ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. അപ്പോൾ അവിടെ അയ്യോ കൊടുത്തില്ലേ. അപ്പോൾ ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു എന്താ പറയണ്ടത്, ഒരു ഇത് കിട്ടുന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ മുന്നിൽ തന്നെ ക്യാമറ സ്റ്റാൻഡ് ഉണ്ട്. ഓക്കെ, ഇതിവിടെ കുരുക്കാം. അപ്പോൾ ഞാനൊരു മിനിറ്റ് ഞാനത് കുരുക്കട്ടെ. ഓക്കെ, ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഇത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെക്കുന്നതാണ് നല്ലത്. ഇനിയും ഇതിൽ കൂടുതൽ കട്ട് ചെയ്താൽ ചിലപ്പോൾ അഴിഞ്ഞു പോവും. കയ്യിൽ നിറയെ ആയില്ലേ. എനിക്കിഷ്ടമാണ് ഇതേപോലത്തെ വർക്കുകൾ കേട്ടോ, കൈ നിറയെ ബ്രേസ്ലെറ്റൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതാണ് കണ്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ നമുക്കിതിനെ മാലയായിട്ട് യൂസ് ചെയ്യാം. കണ്ടോ, ഇതേപോലെ ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ ഒന്നിന് ലെങ്ത്ത് കൂട്ടി വെക്കാം, കുറച്ച് വെക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാട്ടോ. ഇതിനൊന്ന് കൂട്ടി വെക്കാം, ഇതിനൊക്കെ ഒരേപോലെ ചെയ്യാം. ഓക്കെ, ഇനി ലെങ്ത്ത് വേണമെങ്കിൽ രണ്ട് വിരിയായിട്ട് ഇടാം ഞാൻ. അപ്പോൾ ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഇതാണ് ഈ ഒരു വർക്ക്, മാലയായിട്ടും ബ്രേസ്ലെറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.